നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വെളിച്ചെണ്ണ കൊപ്ര വിലകൾ ഉയർത്തി, റബ്ബർ വില താഴ്ന്നു. ജപ്പാൻ റബ്ബർ അവധി വ്യാപാരത്തിൽ ഉൽപ്പന്ന വില നേരിയ റേഞ്ചിൽ നീങ്ങി. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയ്ക്ക് അയവ് കണ്ടതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞത് കൃത്രിമ റബ്ബർ വിലയിൽ പ്രതിഫലിച്ചത് വ്യവസായികളെ സ്വാഭാവിക റബ്ബർ സംഭരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ബാങ്കോക്കിൽ റബ്ബർ കിലോ 298 രൂപയായി താഴ്ന്നു. ടയർ മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ നിരക്ക് കുറഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 272 രൂപയിലും 5ാം ഗ്രേഡ് 269 രൂപയിലും വിപണനം നടന്നു. തമിഴ്നാട്ടിലെ മില്ലുകാർ സംഘടിത നീക്കത്തിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ ഇന്ന് ഉയർത്തി. ഇന്നലെ കാങ്കയത്ത് മില്ലുകാർ കൊപ്ര വില ഉയർത്തിയെങ്കിലും വ്യാപാര രംഗത്തെ മാന്ദ്യം മൂലം വെളിച്ചെണ്ണ വില സ്റ്റഡിയായിരുന്നു. എന്നാൽ ഇന്ന് കാങ്കയത്ത് എണ്ണ വില 150 രൂപയും കൊപ്രയ്ക്ക് 100 രൂപയും കിൻഡലിന് വർദ്ധിച്ചു. അതേസമയം കേരളത്തിൽ നാളികേര ഉൽപ്പന്ന വിലകളിൽ മാറ്റമില്ല. ഹൈറേഞ്ചിലെ അനുകൂല കാലാവസ്ഥ ഏലം ഉൽപ്പാദനം മുന്നിലുള്ള മാസങ്ങളിൽ വർദ്ധിക്കാൻ അവസരം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. ലേലത്തിനെത്തിയ 39,549 കിലോ ഏലക്കയിൽ 38,645 കിലോയും വിറ്റഴിഞ്ഞു. ഇന്ത്യയിൽ പുതിയ ഏലം വൈകാതെ സജ്ജമാകുമെന്ന സൂചനകളെ തുടർന്ന് യൂറോപ്പിൽ നിന്നും ഗൾഫ് മേഖലകളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.